കളനീലമേഘാഭ മുകുന്ദ വിഷ്ണു നളിനാക്ഷ നാരായണ നിർമ്മലാഭ ഇളകാതെ ത്വൽഭക്തി മനസ്സിലെം കളിയാടുവാനെന്നെ അനുഗ്രഹിക്ക കരുണാനിധേ താവക ഭക്തിയല്ലാതൊരു നാളുമൊന്നും മമ മനസാന്ധേ ഒരു നേരവും തോന്നരുതായ വണ്ണം വരമേകണം വിശ്വപരേ മുരാരേ. ശ്രീ ശങ്കരാചാര്യരോളം അഖില ഭാരത പ്രശസ്തി നേടിയ മറ്റൊരു ഭാരതീയനില്ലെന്ന് മഹാകവി ഉള്ളൂർ വാഴ്ത്തിയ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ. മായക്കണ്ണനെ മകനായി ലാളിച്ചുകൊണ്ടു നടന്ന് മലയാളികളുടെ മനം കുളിർപ്പിച്ച യോഗീശ്വരൻ. ശ്രീകൃഷ്ണ കർണാമൃതത്തിലൂടെ ഭക്തർക്ക് നിത്യാമൃതം പകർന്നു നൽകിയ മഹാകവി. ഐതിഹ്യ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത ചരിതൻ. ദേവി ദേവന്മാരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച സന്യാസി വര്യൻ. ഇങ്ങനെ വാഴ്ത്താൻ തുടങ്ങിയാൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ അവദാനങ്ങൾക്ക് അവസാനമില്ല. ശ്രീ ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദങ്ങളെ വാഴ്ത്തി നിറഞ്ഞ കൃഷ്ണഭക്തിയിൽ മാലോകരെ ആനന്ദസാഗരത്തിൽ ആറാടിച്ച ഭക്തകവി പൂന്താനവും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും സാംസ്കാരിക കേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ 8 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സ്വജീവിതത്തെ ഭക്തിസാന്ദ്രമായൊരു മഹാകാവ്യമാക്കി മാറ്റിയ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ ഈ വൈകുണ്ഠത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിലെ ഒരു കളിമൺ പ്രതിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അങ്ങകലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാരെ അർഹമായ അംഗീകാരത്തോടെ ഇന്നും ആരാധിച്ചു വരുന്നു. തൃശൂർ മുകുന്ദപുരം താലൂക്കിൽ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിലാണ് വില്ലുമംഗലം സ്വാമിയാർ തന്റെ ആദ്യ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. സ്വാമിയാരുടെ ജന്മം കൊണ്ടും പാദസ്പർശം കൊണ്ടും പവിത്രമാണ് പുത്തൻചിറ എന്ന ഗ്രാമം. തികഞ്ഞ കൃഷ്ണഭക്തനും യതിവര്യനുമായ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ വടക്കൻ തിരുവിതാംകൂറിൽ പറവൂർ പുത്തൻചിറയിലാണ് ജനിച്ചതെന്ന് മഹാകവി ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം 1-ാം വാല്യം 178-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ മലബാറിലെ പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത വെള്ള എന്ന ഗൃഹത്തിൽപ്പെട്ട ഒരു ശാഖ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് വെള്ളാങ്കല്ലൂർ വന്ന് താമസമാക്കി. അവരുടെ ഒരു കുടുംബത്തിലാണ് വില്ലുമംഗലത്തിന്റെ ജനനം. കുട്ടിക്കാലത്തെ പേര് ലീലാശുകൻ എന്നാണെന്നും അച്ഛൻ ദാമോദരനും അമ്മ നീലിയുമാണെന്നും അദ്ദേഹം രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം എന്ന സ്തോത്രകാവ്യത്തിൽ സൂചനയുണ്ട്. കേരളത്തിലെ കാലടിയിൽ ജനിച്ച് കാശ്മീർ വരെ എത്തി ലോകപ്രസിദ്ധനായ ഒരു മഹാനാണ് ശങ്കരാചാര്യർ. ഏതാണ്ട് അതേ രീതിയിൽ തന്നെ കേരളത്തിൽ ജനിച്ച് ലോകപ്രസിദ്ധനായി തീർന്ന ഒരു മഹാനാണ് വില്ലുമംഗലം സ്വാമിയാർ. വില്ലുമംഗലം സ്വാമിയാർ പുത്തൻചിറയിൽ ആണ് ജനിച്ചത് എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. പക്ഷേ അദ്ദേഹം ലോകപ്രസിദ്ധനായതുകൊണ്ട് പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുകയും അവിടെ സ്ഥിരമായിട്ട് പല കാലങ്ങളിലും താമസിക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ
സ്വന്തം ജന്മനാടാണെന്ന് പലരും ധരിച്ചു. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ ബ്രാഹ്മണകുമാരനെ ജാതകദോഷ പരിഹാരാർത്ഥമാണ് അച്ഛൻ നമ്പൂതിരി വടക്കും നാഥനിലേക്ക് ഭജനത്തിനയച്ചത്. വില്ലുമംഗലം വടക്കും നാഥനിലെത്തി ഭജനമിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ചിന്താമണി എന്നു പേരായ അപ്സരസുന്ദരിയെ കണ്ടുമുട്ടുന്നത്. ചിന്താമണി മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഈശ്വര ചിന്തയും ഭജനവുമെല്ലാം ഉപേക്ഷിച്ച് ഒരു നാൾ വില്ലുമംഗലം അവളെ തേടിയിറങ്ങി. മഹാരഥന്മാരായ ചേരമാൻ പെരുമാക്കളും മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കടന്നുപോയ സംസ്കാരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഈറ്റില്ലമായ കൊടുങ്ങല്ലൂരിന് കുറച്ച് വടക്കോട്ട് മാറി തൃപ്രയാർക്കുള്ള വഴിമധ്യേ തൃക്കണാമതിലകം എന്നൊരു സ്ഥലമുണ്ട്. തൃക്കണാമതിലകത്തെ പുരാതനമായ പയ്യാക്കൽ തറവാട്ടിലെ ചിന്താമണിയെ തിരക്കിയായിരുന്നു വില്ലുമംഗലത്തിന്റെ യാത്ര. ചിന്താമണിയുടെ പിന്മുറക്കാരായ പയ്യാക്കൽ തറവാട്ടുകാർ ഇന്നും ഈ പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവും വില്ലുമംഗലം സ്വാമിയാരും കൂടി ഉല്ലാസയാത്രയ്ക്കായി വടക്കോട്ട് ബോട്ടിൽ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ യാത്ര ഇന്നത്തെ തൃപ്പേക്കുളം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് കനോലി കനാലിലെത്തിയപ്പോൾ ബോട്ട് നിശ്ചലായി. നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് ജീർണിച്ച് നാമാവിശേഷമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്ന ഇവിടെ മഹാദേവനെ കണ്ടെത്തി പുനഃപ്രതിഷ്ഠ നടത്തിയത് ശ്രീ വില്ലുമംഗലം സ്വാമിയാരാണ്. വില്ലുമംഗലം സ്വാമിയാരുടെ കഥ അച്ഛൻ പറഞ്ഞൊന്നോ ആര് പറഞ്ഞൊന്നോ അതിനോടാ അതൊക്കെ മറക്കാം. എന്തായാലും അത് എനിക്ക് കിട്ടി, വിസ്തരിച്ച് കിട്ടി, അത് വായിച്ചു. അപ്പം ആ വില്ലുമംഗലം സ്വാമിയാരുടെ ഈ ചരിത്രം വളരെ അത്ഭുതമായിട്ടുള്ള ചരിത്രമാണ്. അദ്ദേഹം അന്ന് സ്വാമിയാരായിട്ടില്ല. ഈ ഇവിടെ വെച്ചിട്ടാണോ ഇവിടെ ഇല്ലേ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലിട്ടാണ് കൊണ്ടിരിക്കും. പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുമ്പോഴോ അങ്ങാണ്ടാണ് ഇനിയോ വെച്ച് കണ്ടുപിട്ടി അവരെ കണ്ടുപിടിക്കാനായിട്ട് വേണം ഇന്നത്തെ ബന്ധപ്പാട് മുഴുവൻ ഉണ്ടായത്. അപ്പം ആ ഏകാഗ്രതയായിട്ട് അതിങ്ങനെ അന്വേഷിച്ചാൽ കിട്ടി, അവിടെ എത്തുകയും ചെയ്തു. ചിന്താമണിയോടൊത്തു കഴിയാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ ഒരു നാൾ വില്ലുമംഗലം ഇറങ്ങിത്തിരിച്ചു. കർക്കിടക മാസത്തിലെ കറുത്ത അമാവാസി ദിവസം ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും. പാതിരാ നേരത്ത് വില്ലുമംഗലം പുഴക്കടവിലെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ശക്തമായൊരു ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ മുന്നിലേക്ക് ഒഴുകിയെത്തിയ ഒരു മരത്തടിയിൽ പിടിച്ചു കയറി അദ്ദേഹം മറുകരയ്ക്ക് തുഴഞ്ഞു. കരയണഞ്ഞാവേശമൊന്നടങ്ങിയപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു അതൊരു സ്ത്രീയുടെ മൃതശരീരമായിരുന്നു. വീടിന് മുൻപിലെത്തിയപ്പോൾ പടിപ്പുരവാതിൽ അടഞ്ഞുകിടക്കുന്നു. മതിലിനോട് ചേർന്ന മരക്കൊമ്പിൽ തലകീഴായി കിടന്നാടിയ പെരുമ്പാമ്പിനെ പിടിച്ചു കയറി വില്ലുമംഗലം അകത്തേക്ക് കടന്നു. തുടൽവിളക്കുമായി വന്ന് വാതിൽ തുറന്ന ചിന്താമണി നനഞ്ഞൊലിച്ച് ക്ഷീണിച്ചവശനായി മുന്നിൽ നിൽക്കുന്ന വില്ലുമംഗലത്തെ കണ്ട് ഒരു നിമിഷമൊന്ന് പകച്ചു. കാരണം വില്ലുമംഗലത്തിന് കടന്നുവരാനുള്ള എല്ലാ വഴികളും ചിന്താമണി രാത്രിക്ക് മുൻപേ തന്നെ അടച്ചു ഭദ്രമാക്കിയതാണല്ലോ. വിശപ്പും ദാഹവും ക്ഷീണവുമകന്ന് വില്ലുമംഗലത്തിന്റെ മനസ്സ് ശാന്തമായപ്പോൾ പൂജാമുറിയിൽ വെച്ച് ചിന്താമണി ചോദിച്ചു, അങ്ങേക്ക് എന്നോട് തോന്നുന്ന ഈ അഗാധമായ പ്രണയം ഭഗവാനോട് തോന്നിയിരുന്നെങ്കിൽ നമുക്കിരുവർക്കും മോക്ഷം കിട്ടുമായിരുന്നല്ലോ. ചിന്താമണിയുടെ ചോദ്യം വില്ലുമംഗലത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തി. ഏകാഗ്രധ്യാനത്തിൽ വില്ലുമംഗലം മനസ്സും ശരീരവും ഭഗവാനിലേക്ക് അർപ്പിച്ചു. പൂജാമുറിയിലെ സാളഗ്രാമത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് മുഖമുയർത്തുമ്പോൾ മുൻപിൽ പുഞ്ചിരിയോടെ ഭഗവാൻ ബാലഗോപാലൻ. ഭഗവത് ദർശനം ലഭിച്ച വില്ലുമംഗലം ഇടയ്ക്ക് വെച്ച് വഴിമാറി സഞ്ചരിച്ച തന്റെ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഗുരുതുല്യായ ചിന്താമണിയെ നമസ്കരിച്ച് തല ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഭക്തിധാരയായി പ്രവഹിക്കാൻ തുടങ്ങി. ഈശാനദേവ ശരണാഭരണേന
വില്ലുമംഗലത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പ്രവഹിച്ച ഭക്തിഗാനാമൃതം ചിന്താമണി എഴുത്തോലയിൽ പകർന്നെടുത്തു. അങ്ങനെ നേരം പുലരുന്നതിന് മുൻപേ അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം പാടിത്തീർത്തു. ലീലാസുകേന രചിതം ഭക്തിരസം തുളുമ്പുന്ന 22ഓളം സ്തോത്രകാവ്യങ്ങൾ കൈരളിക്ക് സമർപ്പിച്ച ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ഭാരതവർഷമെങ്ങും കേരളത്തിന്റെ പേരും പെരുമയും പരത്തി. സാക്ഷാൽ കൃഷ്ണഭഗവാന്റെ മുരളീനാദം പോലെ മനോഹരമാണ് അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ കർണാമൃതം. ജയദേവ കവിക്ക് പോലും ഈയൊരു പാകം കൈവന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മഹാനുഭാവനായ ആ മഹർഷീശ്വരൻ എല്ലാ കാലത്തും നമ്മുടെ പരിപൂർണമായ ആദരവും ആരാധനയും അർഹിക്കുന്നു. ചിന്താമണിയുടെ പൂജാമുറിയിൽ വെച്ച് ഭഗവത് ദർശനം ലഭിച്ച വില്ലുമംഗലം തന്റെ നിയോഗം തിരിച്ചറിഞ്ഞു. ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ചിന്താമണിയോട് യാത്ര പറഞ്ഞിറങ്ങി. തോണിയാത്രയ്ക്കിടയിൽ സ്വാമിയാർക്ക് പുഴയിൽ നിന്ന് കിട്ടിയ ബാലഗോപാലനെ ജന്മഗ്രാമത്തിൽ ഇല്ലത്തിന് കുറച്ചടുത്തായി പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഒരു വട്ടശ്രീകോവിൽ പണിതീർത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ പണിതീർത്ത ശ്രീകോവിലിന് പാറമേൽ തൃക്കോവിലെന്ന് പേരുണ്ടായി. കണ്ണന്റെ ലീലകൾ കണ്ട് രസിച്ച് കണ്ണന്റെ കുസൃതികളിൽ മനമലിഞ്ഞ് വില്ലുമംഗലം നാളുകൾ തള്ളി നീക്കുകയാണ്. കണ്ണന് സ്വാമിയാരെയും സ്വാമിയാർക്ക് കണ്ണനെയും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥ. നടയടച്ചാൽ കണ്ണൻ കുസൃതികളുമായെത്തും. ഒരിക്കൽ പൂജയ്ക്കൊരുക്കിയ പൂക്കളിൽ കണ്ണൻ മൂത്രമൊഴിച്ച് അശുദ്ധിയാക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം സ്വാമിയാർ സ്വയം മറന്നുപോയി. അരുതുണ്ണി, എന്തായി കാണിക്കണേ? പുറം കൈകൊണ്ട് തട്ടിമാറ്റിയതിൽ പരിഭവിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു, വില്ലുമംഗലത്തിന് എന്നെ അത്രയ്ക്കും വേണ്ടാതായോ? ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം. പൊന്നുണ്ണിക്കണ്ണ, ഭഗവാനെ, അറിയാതെ ചെയ്തുപോയെന്റെ പിഴ പൊറുക്കൻ്റുണ്ണി കണ്ണാ. ഭഗവത് സാന്നിധ്യം നഷ്ടപ്പെട്ട നിമിഷത്തിൽ അഞ്ജന കൽപ്രതിമ രണ്ടായി പിളർന്നു. വില്ലുമംഗലം കണ്ണനെ വിളിച്ച് നെഞ്ചുപൊട്ടി കരഞ്ഞു. നാളുകളേറെ നടന്നു തളർന്നു. ഒടുവിൽ അനന്തൻ കാട്ടിൽ വെച്ച് ഭഗവാൻ വില്ലുമംഗലത്തിന് ദർശനം നൽകി. അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണു. സാഷ്ടാംഗം പ്രണമിച്ച് മുഖമുയർത്തി നോക്കുമ്പോൾ മുൻപിൽ ബാലഗോപാലൻ. പാറമേൽ തൃക്കോവിലിന്റെ പടിയിറങ്ങിപ്പോയ അതേ ഉണ്ണിക്കണ്ണൻ. അന്ന് വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കിട്ടിയ അതേ സ്ഥലത്താണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാരാണ് ശ്രീ പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ചത്. വെള്ളാങ്കല്ലൂരിലെ മേച്ചേരി നമ്പൂതിരിയും വടക്കുമുറിയിലെ വില്ലുമംഗലത്ത് കളരിക്കുറുപ്പും സ്വാമിയാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ പൂർവികനായ ഒരു കാരണവരായിരുന്നു വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ശിഷ്യനായി അദ്ദേഹത്തിന് വേണ്ടതായ സഹായങ്ങൾ, പൂജയ്ക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പൂജ കഴിഞ്ഞ് കിട്ടുന്ന പൂജാ നിവേദ്യമായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ആഹാരമായി അന്നത്തെ കാരണവർ കൊണ്ട് നടന്നിരുന്നത്. വില്ലുമംഗലം സ്വാമിയാർ പുത്തഞ്ചിറ ഉപേക്ഷിച്ച് പോകുകയാണെന്നറിഞ്ഞ ഞങ്ങളുടെ കാരണവർ നിറകണ്ണുകളോടെ വില്ലുമംഗലം സ്വാമിയാരുടെ അരികിൽ വന്നു നിൽക്കുകയും ജീവിതമാർഗം വഴിമുട്ടിപ്പോകുന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. അന്ന് വില്ലുമംഗലം സ്വാമിയാർ ഉപദേശിച്ചു കൊടുത്ത ജ്യോതിശാസ്ത്രമാണ് ഇന്നും
ഞങ്ങളുടെ കളരിയിൽ നിലനിന്നു പോരുന്നത്. എണ്ണൂറ് വർഷക്കാലം പഴക്കം കരുതാവുന്ന വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു തിടമ്പ് ഇന്നും ഈ ക്ഷേത്രത്തിന്റെ മണിയറയിൽ സൂക്ഷിച്ചാരാധിച്ചു വരുന്നു. ചോറ്റാനിക്കര കീഴ്ക്കാവിൽ ദേവീക്ഷേത്രം, ചേർത്തല കാർത്യായനി ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചത് ശ്രീ വില്ലുമംഗലം സ്വാമിയാരാണെന്ന് പറയപ്പെടുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, തൃക്കണാമതിലകം ശിവക്ഷേത്രം, ആനക്കൽ ധന്വന്തിരി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം സ്വാമിയാരുമായി ബന്ധപ്പെട്ട അനേകം ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട്. വില്ലുമംഗലം സ്വാമിയാർക്ക് വെച്ചു വിളമ്പാനുള്ള സൗഭാഗ്യം വെള്ളാങ്കല്ലൂർ മേച്ചേരി മനക്കാർക്കായിരുന്നു. 800 കൊല്ലം മുമ്പിലത്തെ കഥയാണ് പറയുന്നത്. അവിടെ എല്ലാ ഇടയ്ക്ക് പോയി ഭക്ഷണം പാകം ചെയ്യാൻ ആയിട്ട് ഇവിടെ നിന്ന് ആൾ പോവാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ വില്ലുമംഗലം സ്വാമിയാരുടെ ആശ്രിതരായിട്ടാണ് ഞങ്ങൾ ഇതേവരെ കഴിയണത്. അവിടെ ഞങ്ങളുടെ പേരിൽ തന്നെ കുറേ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അത് സ്വാമിയാർക്ക് ഉണ്ടായിരുന്ന ഭൂമികളാണത്. അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കലും അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കലായിരുന്നു ഞങ്ങളുടെ കാർന്നോന്മാരായിട്ട് ചെയ്തു വന്നിരുന്നത്. പുത്തഞ്ചിറയിൽ നിന്ന് അദ്ദേഹം പോയപ്പോൾ മേച്ചേരി മനക്കലയ്ക്കാണ് ഭൂസ്വത്തുകളെല്ലാം കൊടുത്തത്. കഷ്ടിച്ച് 100 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അത് ഇന്നും റെക്കോർഡുകളും രേഖകളിലും അത് തെളിഞ്ഞു കാണുന്നുണ്ട്. 800 വർഷങ്ങൾക്ക് ശേഷവും സ്വാമിയാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂജാമുറിയിൽ സാളഗ്രാമം വെച്ച് ദിവസവും നേദിക്കുന്നുണ്ട്. ഇത് പുതിയകാവ് ഭഗവതി ക്ഷേത്രം. സ്വാമിയാർ ദേശാടനത്തിനിറങ്ങിയപ്പോൾ ചിന്താമണിക്ക് മേലിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നതിനു വേണ്ടി അദ്ദേഹം തന്നെ പണിതീർത്ത് പ്രതിഷ്ഠ നടത്തിക്കൊടുത്തതാണ് ഈ പുരാതന ക്ഷേത്രം. ധർമ്മത്തെ അനുശാസിക്കുന്ന ഈശ്വര സങ്കല്പമായ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ ആസ്ഥാനമായ ആനപ്പാറ. ഇതൊരു പവിത്രമായ ഋഷീശ്വര സങ്കേതമാണ്. ആനപ്പാറയ്ക്ക് തൊട്ടടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലമുണ്ടായിരുന്നത്. മഹാത്ഭുതങ്ങളുടെ കലവറയായ ആനപ്പാറയ്ക്ക് ചരിത്രകാരന്മാർ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ പരിസരവാസികൾക്ക് ഇതൊരു അക്ഷയ ഖനിയായിരുന്നു. എൻ്റെ അച്ഛൻ മുത്തച്ഛികൾ പറഞ്ഞ കഥകൾ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരിക്കൽ മുറുക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് മാറി നിന്നാൽ ഒരു പെണ്ണിനുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. അത് കൊണ്ടുപോയി അത് ആവശ്യം കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഒരിക്കൽ മുറുക്കാനും അതും കൊണ്ടുവന്ന് വയ്ക്കുക, എന്നിട്ട് മാറി നിൽക്കുക. അങ്ങനെ കിട്ടിയിരുന്നതാണ്. പിന്നെ കുറേ ഇങ്ങനെ കൊടുത്ത് കിട്ടാണ്ടായി. പിന്നെ മുക്ക് പണ്ടങ്ങൾ പണത് കൊണ്ട് കൊടുത്ത് അങ്ങനെ കിട്ടാണ്ടായി. എന്നാൽ ആഭരണ കൊതിമൂത്ത ചിലരൊക്കെ കയ്യിൽ കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ മടി കാണിച്ചതോടെ ഈ മഹാത്ഭുതം നിന്നുപോയതായി പഴയ തലമുറയിലെ കാരണവന്മാർ ഇന്നും അനുസ്മരിക്കുന്നുണ്ട്. 1 നൂറ്റാണ്ടു മുൻപ് ആനപ്പാറയ്ക്ക് ഒരാനയുടെ വലിപ്പം മാത്രം. എന്നാൽ ഇന്ന് 40 അടിയോളം വളർന്ന് തലയെടുത്തു നിൽക്കുന്ന ആനപ്പാറ അക്ഷരാർത്ഥത്തിൽ കാണികളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം അമ്മ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശമായിട്ട് കുഴൂരമ്മയും സ്വാമിയാരും കുളിക്കുന്ന ഒരു കുളം ഇന്നും അവിടെയുണ്ട്. വില്ലുമംഗലത്തിന്റെ ജന്മദേശത്തെക്കുറിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ദേശക്കാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പല കാലങ്ങളിലായി 5ഓളം വില്ലുമംഗലം സ്വാമിമാർ ഇവിടെ ജീവിച്ചിരുന്നതായി പറയുമ്പോൾ കൃഷ്ണഭക്തനും യതിവര്യനുമായ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ
തൃശൂർ ജില്ലയിലെ പുത്തൻചിറയിലാണ് ജീവിച്ചിരുന്നതെന്ന് മഹാകവി ഉള്ളൂർ, സ്ഥലനാമ ഗവേഷകനായ ശ്രീ VVK വാലത്ത്, ശ്രീ ദാമോദരൻ ഉണുത്തിരി തുടങ്ങിയ ചരിത്രകാരന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ വില്ലുമംഗലം സ്വാമിയാർക്ക് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. വില്ലുമംഗലം സ്വാമിയാരുടെ സാന്നിധ്യം പ്രശ്നവിധിയിൽ കണ്ടറിഞ്ഞ് ഭഗവാൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന വില്ലുമംഗലത്തെ ഭഗവാൻ അഭിമുഖമായി പ്രതിഷ്ഠിച്ച് ഉപാസിച്ചു വരുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതിയും സ്വാമിയാർക്ക് വേണ്ടി പ്രത്യേകമൊരു യോഗീശ്വര പൂജ ഇവിടെ നടത്തിവരുന്നുണ്ട്. വില്ലുമംഗലം സ്വാമിയാരുടെ ജന്മസ്ഥലം പുത്തഞ്ചിറ വില്ലേജിൽ ഈ തെക്കുമുറിയിലാണെന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ എല്ലാ വിവരങ്ങളും രേഖാമൂലം ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടതനുസരിച്ചാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് പ്രതിഷ്ഠ നടത്തിയത്. ഈ ചരിത്രം ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പുത്തൻചിറയിൽ, ആസ്ഥാനമായ പുത്തൻചിറയിൽ വില്ലുമംഗലം സ്വാമിയാർക്ക് ഒരു സ്മാരകം പണിയുന്നതിനാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. വില്ലുമംഗലം സ്വാമിയാരുടെ ആശ്രിതന്മാരായി കഴിഞ്ഞിരുന്ന 20ഓളം കുടുംബക്കാർ ഇന്നും പുത്തൻചിറയുടെ പല ഭാഗങ്ങളിലായി താമസിച്ചു വരുന്നുണ്ട്. പുത്തൻചിറ വില്ലേജിലെ റവന്യൂ സെറ്റിൽമെന്റ് രേഖാപ്രകാരം ആനപ്പാറയ്ക്ക് ചുറ്റും 57 സെന്റ് ഭൂമി വില്ലുമംഗലത്ത് നമ്പൂതിരി തനതുവക എന്ന് രേഖയുണ്ട്. ഇന്നവിടെ അവശേഷിക്കുന്നത് ആനപ്പാറയ്ക്ക് ചുറ്റും പുരാവസ്തു വകുപ്പിന് കൈമാറാനായി നീക്കിവച്ചിട്ടുള്ള 3 സെന്റ് ഭൂമി മാത്രം. 100 ഏക്കറോളം വരുന്ന വില്ലുമംഗലം പാടശേഖരവും വിശാലമായ ഇല്ലപ്പറമ്പും ഇപ്പോൾ കുടിയേറ്റക്കാരുടെ കൈവശമാണ്. നീണ്ട 60 വർഷക്കാലത്തെ തീർത്ഥാടന യാത്രയ്ക്കൊടുവിൽ വില്ലുമംഗലം സ്വാമിയാർ ചിന്താമണിയെ വടക്കുംനാഥനിൽ വച്ച് കണ്ടുമുട്ടി. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ വില്ലുമംഗലത്തിന്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സ്വർഗാരോഹണത്തിന് സമയമായെന്ന സൂചന നൽകി. വടക്കുംനാഥന്റെ വടക്കേ നടയിൽ സ്വർഗരഥമെത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായി പുരാണം പറയുന്നു.